എ.കെ. ആന്റണി ഉമ്മൻചാണ്ടിയെ വിളിച്ചു പറയുന്നു ഇങ്ങനത്തെയുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു എന്ന കാര്യം. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ന് പി.സി. ചാക്കോ പരസ്യമായി ഈ നിലപാട് എടുത്തത്? അദ്ദേഹം പറയുകയാണ് ഇങ്ങനൊരു തീരുമാനമേ ഉണ്ടായിട്ടില്ല, രാഹുൽ ഗാന്ധി ഒരിടത്തും യെസ് മൂളിയിട്ടില്ല എന്ന്. മാത്രമല്ല അദ്ദേഹം പറയുന്നു ഇങ്ങനൊരു പ്രചാരണം ഇവിടെ നൽകിയത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൂടാൻ പാടില്ലാത്ത കാര്യം ആയിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്ന കാര്യം വ്യക്തമാണല്ലോ. അല്ല, ശ്രീ പി.സി. ചാക്കോ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത് എനിക്കും അറിയില്ല. അങ്ങനെ ഒരു പറയേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഇത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുന്നിടം വരെ ഔദ്യോഗികമായി ആർക്കും പറയാനുള്ള അവകാശമില്ല. പിന്നെ വയനാട്ടിലേക്ക് സീറ്റ് ഒഴിച്ചാണ് ഇട്ടിരുന്നത്. ഇനി ആരെങ്കിലുമൊക്കെ അവിടെ പ്രചരണം നടത്തിയെന്നോ പത്രത്തിൽ വാർത്ത കൊടുത്തുന്നോ ഒന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിക്കാതെ ഇന്ത്യയിൽ ഒരു സീറ്റിലും സ്ഥാനാർത്ഥി ഔദ്യോഗികമായിട്ടുണ്ടാവില്ല. അതല്ലാതെ ആർക്കും പ്രചരണം നടത്താനോ അതിന് ആ രീതിയിൽ അനൗൺസ്മെൻറ്റ് നടത്താനുള്ള അവകാശവുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യമൊന്നും ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷേ ഞാൻ ഈ കൃഷ്ണദാസ് ഉന്നയിച്ച കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൃഷ്ണദാസ്, നിങ്ങൾ ബി.ജെ.പിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നു, അതിനാരെയും ശക്തിപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ടുള്ള ആരെയും ഞങ്ങൾ പിന്തുണ കൊടുക്കൂ എന്നൊക്കെ പറയുന്നതിലൊക്കെ എന്തർത്ഥമായിരിക്കുന്നത്? ഈ ഇന്ത്യൻ പാർലമെൻറ്റിലെ ബി.ജെ.പിക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ആളായിരുന്നു നിങ്ങളുടെ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി. അദ്ദേഹത്തെ ബംഗാളിൽ ഞങ്ങൾ നിരുപാധികമായി പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞതല്ല അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ. നിങ്ങൾ കേരളത്തിലെ നേതാക്കന്മാരല്ലേ സമ്മതിക്കാതിരുന്നത്? അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബി.ജെ.പിക്കെതിരെ വളരെ ശക്തമായ നമുക്കൊരു വലിയ ഒരു പോർമുഖം തന്നെ രാജ്യസഭയിൽ തുറക്കാൻ വളരെ ശക്തമായ ഒരു സാന്നിധ്യമായി അദ്ദേഹം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അദ്ദേഹം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ കോൺഗ്രസ് വിരോധം. ഇന്നലെ നേരത്തെ വളരെ മര്യാദയ്ക്ക് നല്ല ഭാഷയിൽ എൻ കൃഷ്ണദാസ് പറഞ്ഞു, ഇന്ത്യയിൽ 543 സീറ്റുണ്ട്, അവിടെ എവിടെയും മത്സരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് അവകാശമുണ്ട്, ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന്. അതല്ലല്ലോ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ പറഞ്ഞത്. അതിനുശേഷം മുഖ്യമന്ത്രി എന്താ ഗദ്ഗത ഖണ്ഡനായിട്ട് ഇവിടെ സംസാരിക്കുന്നത് കേട്ടല്ലോ. അദ്ദേഹം എന്താ ഇവിടെ വരേണ്ടതില്ലായിരുന്നുവെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൽ കോൺഗ്രസും CPM-ഉമായി സഖ്യമുണ്ടോ? സഖ്യമില്ലാത്ത എത്രയോ സംസ്ഥാനങ്ങളിലുണ്ട്. നിങ്ങൾ മറ്റ് പല ചേരികളിലും ഞങ്ങളുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനും ജനാധിപത്യ ചേരിയെ രണ്ടാക്കി മാറ്റാനും ഒക്കെ നിങ്ങൾക്കുള്ള 10 വോട്ടാണെങ്കിൽ ആ 10 വോട്ട് ബി.ജെ.പിയുടെ അനുകൂലമായി വരത്തക്ക നിങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങൾ പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ കേരളത്തിൽ ഒരിക്കലും സഖ്യമില്ലാത്ത ഒരു സ്ഥലത്ത് കോൺഗ്രസിൻ്റെ സീറ്റിൽ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നു, അതിന് നിങ്ങൾക്കെന്ത് കാര്യം? നിങ്ങൾ എന്ത് രാഷ്ട്രീയമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ശ്രീ ജോസഫ് കൃഷ്ണദാസ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം ഈ സൂചിമുന പോലെ കൃത്യമായ കാര്യം എന്താണ് എന്നുള്ളത്, അത് മോദി വിരുദ്ധതയാണല്ലോ, ബി.ജെ.പി. സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ താങ്കൾ ആദ്യം പറഞ്ഞു തമിഴ്നാടുമായും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്, അതിർത്തി പങ്കിടുന്ന മണ്ഡലമാണ് വയനാട് എന്ന്. പക്ഷേ അങ്ങനെ അതിർത്തി പങ്കിടുന്ന മണ്ഡലമായതുകൊണ്ട് മാത്രം വയനാട്ടിൽ വന്ന് മത്സരിച്ചാൽ ഈ മോദി വിരുദ്ധതയും ബി.ജെ.പി. വിരുദ്ധതയും അവിടെ പ്രകടമാവുകയില്ലല്ലോ. കർണാടകത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം, തമിഴ്നാട്ടിലാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരു അളവ് വരെ അത് മനസ്സിലാക്കുവാം. കാരണം ജനാധിപത്യ ചേരികളെല്ലാം ഒരു വശത്ത് നിൽക്കുകയാണ്, മതേതര ജനാധിപത്യ ചേരികൾ ഒരു വശത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം തമിഴ്നാട്ടിലുണ്ട്. കർണാടകത്തിലാണെങ്കിൽ നേർക്കുനേർ പോരാട്ടമാണ് കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ. അവിടെയൊന്നുമല്ല മത്സരിച്ചത്, മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് വയനാട്ടിലാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉയരുന്നത്. അല്ല, മോദി വിരുദ്ധത കൊണ്ട് മാത്രമല്ലല്ലോ, ദക്ഷിണേന്ത്യ എന്ന് പറയുന്ന പ്രദേശത്ത് കോൺഗ്രസ്, അതും കേരളത്തിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമല്ലേ? ഉത്തരേന്ത്യയിൽ മോഡിയുടെ UP എന്ന് പറയുന്ന സംസ്ഥാനത്ത് ആകെയുള്ള സീറ്റുകളിൽ ഏതാണ്ട് 2 സീറ്റുള്ള ഒഴിച്ച് ബാക്കി 3-4 സീറ്റുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ സീറ്റും ബി.ജെ.പിക്കാണ്. അവിടെ ബി.ജെ.പിക്കെതിരെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം മോഡിയുടെ തരംഗം ആഞ്ഞടിച്ചപ്പോഴും 1.25 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ് ശ്രീ രാഹുൽ ഗാന്ധി അവിടെ. അപ്പോഴാണോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് മാറി ഇന്ത്യ എമ്പാടും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു തരംഗം നിൽക്കുന്ന സമയത്ത് അവിടെ രാഹുൽ ഗാന്ധിക്ക് അമേഠിയിൽ നിൽക്കാൻ ഭയമുള്ളത്? അതൊക്കെ ഒരു വളരെ രസകരമായ ഒരു ആർഗ്യുമെൻ്റാണ്. മോദി തരംഗം ഇന്ത്യയിൽ ആഞ്ഞടിക്കുമ്പോൾ അന്ന് BSPയുടെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി അമേഠിയിൽ BSPയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച് 80,000 വോട്ട് പിടിച്ചതാണ്. അവിടെയാണ് 1.25 ലക്ഷം വോട്ടിന് രാഹുൽ ഗാന്ധി അന്ന് വിജയിച്ചത്. ആ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് അമേഠി അവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. അതല്ലല്ലോ, പിന്നെന്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം നരേന്ദ്രമോദി 2 സീറ്റിൽ മത്സരിച്ചത്? അവിടെ ഗുജറാത്തിലും അതുപോലെ വാരാണസിയിലും എന്തിനാണ് മത്സരിച്ചത്? ഇപ്പോൾ എന്തിനാണ് ബാംഗ്ലൂരിലെ ഒരു സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നത്?
അപ്പോൾ അതൊക്കെ ദേശീയ നേതാക്കന്മാർ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും രണ്ട് പ്രദേശങ്ങളിൽ ഒക്കെ ആ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുവാൻ വേണ്ടി, പ്രത്യേകിച്ച് ആ പ്രദേശങ്ങളിൽ പാർട്ടിക്കും മുന്നണിക്കും ആവേശം പകരുന്നതിന് വേണ്ടി മത്സരിക്കും. അത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ബിജെപിക്കെതിരെയുള്ള മത്സരമായിട്ട് കണക്കാക്കുന്നില്ല, പാർട്ടിയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ പാർട്ടി അല്പം മത്സരിക്കുന്നു, അങ്ങനെ കാണാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ സുരക്ഷിത മണ്ഡലം എന്ന് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ മോദി വിരുദ്ധത മാത്രം കൊണ്ടല്ല ദക്ഷിണേന്ത്യയിലേക്ക് വന്നത്, ഇത് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന കാര്യം മാത്രമേ അവിടെ. സ്വാഭാവികമായും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുകൾ സുരക്ഷിത മണ്ഡലത്തിലും മത്സരിക്കും. അവർക്ക് കാര്യം രാജ്യമെമ്പാടും നടന്ന് പ്രചരണം നടത്തേണ്ടവരാണ്. ഒരു മിനിറ്റ്, ഒരു മണിക്കൂർ പോലും ഒരുപക്ഷെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിൽ വരാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാർ എപ്പോഴും സുരക്ഷിത മണ്ഡലങ്ങളിലാണ് എപ്പോഴും മത്സരിക്കുന്നത്. അതല്ലാതെ കണക്കും ഇപ്പോഴവിടെ മോദി പ്രഭാവം ഇല്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് താങ്കൾ പറഞ്ഞു സുരക്ഷിത മണ്ഡലമാണ് അമേഠി എന്ന്. അത് ഞാൻ പറഞ്ഞല്ലോ, ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും മത്സരിക്കുമ്പോൾ രണ്ട് സ്ഥലത്തും അതിന്റെ പ്രയോജനം ഉണ്ടാകും. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി കഴിഞ്ഞ തവണ രണ്ടിടത്ത് മത്സരിച്ചത്? അദ്ദേഹം വാരാണസിയിലൊക്കെ മത്സരിക്കുന്ന അദ്ദേഹം ഒരു എഫക്ട് കിട്ടുന്നതിനല്ലേ. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളത്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് അവകാശം ഇത് പറയാൻ? കേട്ടില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മത്സരിച്ചപ്പോൾ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് തൂത്തുവാരേണ്ടതാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ അതുണ്ടായില്ലല്ലോ. അങ്ങനെ ഒരു സീറ്റിൽ മത്സരിച്ചു എന്ന് വെച്ച് മുഴുവൻ സീറ്റുകളിലും അതിന്റെ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്കല്ലല്ലോ, എല്ലാവർക്കും എതിരല്ലേ. അവിടെ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, അവിടെ SP-യും BSPയും എല്ലാം തകർത്തടിച്ചില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇത് രാഷ്ട്രീയമല്ലേ. അപ്പൊ അവിടെ നിന്ന് ഞങ്ങളൊരു തിരിച്ചുവരവിന്റെ പാതയിലാണ് അവിടെ. ആ രണ്ട് സ്ഥലത്തും ഞങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ കക്ഷികളും തകർന്നടിഞ്ഞു, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ. അവിടെ നിന്നും 5 വർഷത്തിന് ശേഷം ഒരു തിരിച്ചുവരവല്ലേ നടക്കുന്നത്. മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഒക്കെ ഞങ്ങളൊരു തിരിച്ചുവരവ് ഇതിനിടയ്ക്ക് നടത്തിയിട്ടില്ലേ. അപ്പോൾ ആ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെയേറെ മുന്നോട്ടാണ്. അതുപോലെ തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ. ദക്ഷിണേന്ത്യയിൽ പരമാവധി സീറ്റുകൾ കോൺഗ്രസിന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതല്ലാതെ കോൺഗ്രസിൻ്റെ കൂടെ അല്ലാതെ മറ്റ് പലതരത്തിൽ ഒരിക്കലും കോൺഗ്രസിന് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്ന ബംഗാളിൽ പോലും ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാവാത്ത ഈ CPM-നെ വിശ്വസിച്ച് ഞങ്ങൾക്ക് CPM-നെ മുഴുവൻ അങ്ങ് സീറ്റിലങ്ങ് ജയിപ്പിക്കാൻ കഴിയും. ഞങ്ങൾക്ക് എന്തിനാ CPM-നെ വിജയിപ്പിക്കേണ്ട കാര്യം? രാജ്യത്ത് ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? പിണറായി വിജയനും സംഘവുമൊക്കെ BJP-യുമായി കള്ളബന്ധങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സുപ്രീം കോടതി നടക്കുന്ന കേസ് നമുക്കറിയാമല്ലോ. CBI അല്ലേ ആവശ്യപ്പെടുന്നത്? ലാവ്ലിൻ കേസ് ഓരോ ദിവസവും CBI അല്ലേ മാറ്റിവെക്കുന്നത്? സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഇന്ന് ഈ കേസ് കേൾക്കാൻ തയ്യാറാണ്. അപ്പോൾ CBI പറയുന്നു മാറ്റിവെക്കാൻ. എന്താ ഈ ബന്ധം? എന്താ ഈ കള്ളക്കച്ചവടം? എന്താ ആർക്കും അറിയാൻ പാടില്ലഞ്ഞിട്ടാണോ? അപ്പോൾ ഇവരെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ BJP-യേക്കാൾ എത്രയോ മോശപ്പെട്ട ഭാഷയിലാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായിട്ടുള്ള ഇവിടെ കഥകൾ ഇറക്കിയിരിക്കുന്നത്. ഹിന്ദിക്കാരെ ആക്ഷേപിച്ചുകൊണ്ട് ഇന്നതാ ഒരു മന്ത്രി KT ജലീൽ ഒരു ട്രോൾ ഇറക്കിയിരിക്കുകയാണ്. ഹിന്ദിക്കാരെ മറ്റു പണിക്ക് അവിടെ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് കൂടെ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ മന്ത്രിയാ പറയുന്നതെന്ന് ഓർക്കണം. ആരെക്കുറിച്ച്? രാഹുൽ ഗാന്ധിയെക്കുറിച്ച്. എന്നിട്ട് ഇവിടെ PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ, CPM-ന്റെ ആളുകൾ ഞങ്ങൾ ജയിച്ചാലും രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ പ്രചരണത്തിൻ്റെ ഇത്തരം കള്ളപ്രചരണങ്ങളായിരുന്നു. നിങ്ങൾ വിജയിച്ചാൽ ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് ഇന്നും നിശ്ചയമില്ല. നിങ്ങൾ പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും തങ്ങളുടെ കാലഘട്ടം ഒന്ന് കഴിഞ്ഞുകൂടണം. ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കേസുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കണം എന്നുള്ളതിനപ്പുറത്ത് ഓരോരു ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല. അങ്ങനെ ധാരണയുണ്ടായിരുന്നുവെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുവാൻ പിണറായി വിജയനും കേരളത്തിൽ നിന്ന് പോകുന്ന സംഘവും സമ്മതിക്കുമായിരുന്നു. കേരളത്തിലെ സംഘമാണല്ലോ ഈ പോളിറ്റ് ബ്യൂറോയിൽ ഭൂരിപക്ഷമുള്ളത്, കേന്ദ്ര കമ്മിറ്റിയിലും. അവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും തീരുമാനിക്കാൻ കഴിയില്ല.